റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പ്രതിസന്ധിയിലാക്കിയത് യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണമായിരുന്നു. ലോകശക്തിയായ റഷ്യയെ വിറപ്പിക്കാൻ യുക്രൈന് സാധിച്ചു. ഇതോടെ റഷ്യ യുദ്ധതന്ത്രം മാറ്റി. ആധുനിക കാലത്തെ മാരകായുധങ്ങളായ ഡ്രോണുകളെ റഷ്യയും യുദ്ധത്തിനായി കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങി. ഇതോടെ യുക്രൈൻ വലിയ പ്രതിരോധത്തിലായി. അക്ഷരാർത്ഥത്തിൽ ഡ്രോൺ മഴ തന്നെ യുക്രൈനിൽ റഷ്യ പെയ്യിച്ചു. യുക്രൈനിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും നഗരങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം കടുപ്പിച്ചു. യുദ്ധത്തിൽ റഷ്യ നടത്തിയ ഏറ്റവും തന്ത്രപരമായ നീക്കങ്ങളിലൊന്നായിരുന്നു ഇത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ കനത്ത ആക്രമണമാണ് നടത്തിയത്. വ്യാപകമായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. 420 ഡ്രോണുകളും 45 മിസൈലുകളുമാണ് റഷ്യ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടത്. യുക്രൈൻ നഗരങ്ങളെ ഇരുട്ടിലാക്കിയ ആക്രമണമായിരുന്നു അത്. 2022 യുദ്ധം തുടങ്ങിയ ശേഷം ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ റഷ്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് യുക്രൈൻ അറിയിച്ചു. ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പരമ്പര തന്നെ റഷ്യ നടത്തുകയാണ്. റഷ്യ തൊടുത്തുവിടുന്ന ഡ്രോണുകൾ വളരെ വില കുറഞ്ഞവയാണ്. പല ഡ്രോണുകളും വലിയ വേഗതയോ ഉയർന്ന സാങ്കേതിക വിദ്യയോ ഉള്ളവയല്ല. എന്നാൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണ പരമ്പരയാണ് റഷ്യ നടത്തുന്നത്. രാത്രികാലങ്ങളിലാണ് റഷ്യ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. ഇത്തരത്തിൽ ഓരോ രാത്രിയിലും 700 ഡ്രോണുകൾ വരെ റഷ്യ യുക്രൈന് നേരെ പ്രയോഗിക്കുന്നുണ്ട്. റഷ്യയുടെ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങളെ തടയാൻ യുക്രൈൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയാതെ വരുന്നു. ഇതോടെ ഡ്രോൺ ആക്രമണം യുക്രൈനിൽ വലിയ നാശം വിതയ്ക്കുകയും ചെയ്യുന്നു. ഇത് യുക്രൈനെ ഏറെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനിൽ നിന്നാണ് ഇത്തരം വില കുറഞ്ഞ ഡ്രോണുകൾ റഷ്യ വാങ്ങിയത്. ഇറാൻ്റെ ഷഹീദ് ഡ്രോണുകൾ ഫലപ്രദമെന്ന് റഷ്യ മനസ്സിലാക്കി. ഇതോടെ അവയുടെ ബ്ലൂ പ്രിൻ്റുകളും സാങ്കേതിക വിദ്യയും വാങ്ങി അവ സ്വന്തമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ. ഓരോ മാസവും ആയിരക്കണക്കിന് ഷഹീദ് ഡ്രോണുകളാണ് ഫാക്ടറികളിൽ നിന്ന് യുദ്ധമുഖത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ വലിയ സൈനിക ശക്തിക്ക് മുന്നിൽ റഷ്യ ഇത്രയും കാലം പിടിച്ചു നിന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങളും സാമ്പത്തിക സഹായവും കൊണ്ടാണ്. 3 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇതോടെയാണ് വിലയേറിയ ആയുധങ്ങളുടെ വ്യാപക ഉപയോഗത്തിന് പകരം താരതമ്യേന വില കുറഞ്ഞ ഡ്രോൺ ആക്രമണങ്ങളിലേക്ക് റഷ്യ ചുവട് മാറ്റിയത്. ഓരോ മാസവും 6000-ലധികം ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ റഷ്യ തയ്യാറെടുപ്പ് നടത്തുകയാണ്. മുമ്പ് ഇറാനിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങിയ സമയത്ത് റഷ്യ ശരാശരി $2 ലക്ഷം ഓരോ ഡ്രോണിനായും ചെലവഴിച്ചത്. എന്നാൽ ഡ്രോൺ ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിച്ചതോടെ ദിനംപ്രതി 100 കണക്കിന് ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകളാണ് പുറത്തിറങ്ങുന്നത്. ചെലവ് $70,000 കുത്തനെ കുറഞ്ഞു. ഇത്തരം ഡ്രോണുകളെ നേരിടാൻ യുക്രൈൻ കൂടുതൽ ഉപയോഗിക്കുന്നത് സർഫസ് ടു എയർ മിസൈലുകളാണ്. ഇവയ്ക്ക് ശരാശരി $30 ലക്ഷം ചെലവ് വരും. യുക്രൈൻ്റെ സാമ്പത്തിക ശേഷിയെ തന്നെ ദുർബലമാക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ റഷ്യ ചെയ്യുന്നത്. രാത്രികാല ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാനും ഇടയ്ക്കിടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താനും റഷ്യയെ സഹായിക്കുന്ന തരത്തിലാണ് ഡ്രോൺ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്.